അടുത്തതായി രണ്ടാമത്തെ യൂണിറ്റ് സെൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ അഥവാ BCC യൂണിറ്റ് സെൽ. അപ്പോൾ ഇതിലെങ്ങനെ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ ആക്കുമ്പോൾ ഇൻ അഡീഷൻ ടു ദ കോർണേഴ്സ് one particle is present at the body center of the cube. അതായത് ആ ക്യൂബിൻ്റെ ബോഡിക്ക് അകത്ത് ഒരു പാർട്ടിക്കിൾ പിന്നെ കോർണേഴ്സിൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കോർണേഴ്സിൻ്റെ പ്രത്യേകത ഓരോ കോർണറിലും 1/8 പാർട്ടിക്കിൾ, അങ്ങനെ ടോട്ടൽ 8 കോർണേഴ്സ്. സോ ടോട്ടൽ 1 ആറ്റം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് കോർണേഴ്സിലുള്ള ടോട്ടൽ ആറ്റം ടോട്ടൽ 1. എങ്ങനെ കിട്ടി നമ്മൾ നേരത്തെ കണ്ടു. ഒരു ആറ്റം at the corner is shared between 8 unit cells. So net total number of atoms at each corner 1/8. അങ്ങനെ ടോട്ടൽ 8 കോർണർ, ടോട്ടൽ 1 ആറ്റം. നൗ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ദ ബോഡി ഓഫ് ദ ക്യൂബ്. ബോഡിക്കകത്ത് ഒരേ ഒരു പാർട്ടിക്കിൾ, അങ്ങനെയുള്ള ഒരെണ്ണം. ബോഡിക്കകത്ത് ഒരെണ്ണം, അതുപോലത്തെ ഒരെണ്ണം. സോ ടോട്ടൽ 1 ആറ്റം. സോ total number of atoms is 1 plus 1, 2 atoms. So this is the total number of atoms in a body centered cubic unit cell. Now we are going for the third one, that is മൂന്നാമത്തത് FCC, that is face centered cubic unit cell. So when you are going to face centered cubic unit cell, നിങ്ങൾക്കറിയാം ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആകുമ്പോൾ കോർണേഴ്സിലുണ്ടാകും പാർട്ടിക്കിൾ, പിന്നീട് പ്രസൻറ്റ് അറ്റ് ദി ഫേസസ്. സോ 1 2 3 4 5 6 8 കോർണേഴ്സിലും പാർട്ടിക്കിളുണ്ട്, 6 ഫേസസിലും പാർട്ടിക്കിളുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോണത് നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് കോർണേഴ്സ്. അപ്പോൾ കോർണേഴ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ 1/8 × 8 ടോട്ടൽ 1 ആറ്റം. കോർണേഴ്സിൽ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ, എന്തുവാണ് 1/8 ഒരു കോർണറിൽ, അങ്ങനെ 8 കോർണറിൽ കൂടെ 1 ആറ്റം. ഇനിയുള്ളത് 6 ഫേസസിലുള്ളതാണ്. സോ നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് ഫേസസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഒരു ഫേസിലിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, അതായത് ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിലുള്ള ഒരു പാർട്ടിക്കിൾ വിച്ച് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 2 യൂണിറ്റ് സെൽസ്. അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു റൂമാണ്. ഈ റൂമിൻ്റെ ഒരു വോളാണിത്. ഈ വോള് തന്നെ അപ്പുറത്തുള്ള റൂമിൻ്റെയും ഒരു വോളാണ്. വിച്ച് മീൻസ് ഈ ഒരു സിംഗിൾ വോള് 2 റൂമുകൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ അർത്ഥം പകുതി അപ്പുറത്ത് പകുതി ഇപ്പുറത്ത്. അതിൻ്റെ അർത്ഥം ഇതേപോലെയാണ് ഒരു യൂണിറ്റ് സെല്ലിനകത്തും ഒരു സൈഡിലിരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ പ്രത്യേകത വിച്ച് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 2 യൂണിറ്റ് സെൽസ്. സോ വിച്ച് മീൻസ് അറ്റ് 1 ഫേസ് ദർ ഇസ് ഓൺലി ഹാഫ് ഓഫ് ദി ആറ്റം ഈസ് പ്രസൻറ്റ്. ഒരു ഫേസിൽ പകുതിയേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 6 ഫേസ് ഉണ്ട്. സോ ടോട്ടൽ 3 ആറ്റം. സോ therefore we can say total number of atoms equal to 1 plus 3 which is 4 atoms. ഇതാണ് FCC യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത. ഒന്നുകൂടി, FCC ആകുമ്പോൾ മൊത്തം പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ഉണ്ട്, പിന്നെ ഓരോ ഫേസസിലും ഉണ്ട്. 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഓരോ കോർണറിലും 1/8, അങ്ങനെ 8 കോർണറിൽ കൂടെ 1 ആറ്റം. അടുത്ത ഫേസിൻ്റെ കാര്യം, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു ഫേസിലിരിക്കുന്ന ആറ്റം 2 യൂണിറ്റ് സെല്ലുകളുമായി ഷെയർ ചെയ്യുന്നു. അതായത് പകുതി ഒരു യൂണിറ്റ് സെല്ലിൽ, പകുതി ഇപ്പുറത്തെ യൂണിറ്റ് സെല്ലിൽ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫേസിൽ പകുതിയേ ഉള്ളൂ, ഹാഫ്. അങ്ങനെ 6 ഫേസസ് ഉണ്ട്. സോ ടോട്ടൽ 3 ആറ്റം. സോ ഒരെണ്ണം കോർണറിൽ, 3 ഫേസസിൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഈസ് 1 plus 3, that is 4 atoms. ക്ലിയർ? ചാപ്റ്ററിൽ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ്. അതായത് നമ്മൾ സോളിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ കൃത്യമായി പഠിച്ചതാണ് ദ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ് ഓർ ടൈറ്റ്ലി പാക്ഡ് അല്ലേ. പാർട്ടിക്കിൾസിനെ വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കുപ്പൈ അവൈലബിൾ യൂസിങ് ദ
available spaces. The particles are occupying maximum in the available spaces, leaving the gap, very little gap. അതായത് പാർട്ടിക്കിൾസിനെ ഒരു ക്രിസ്റ്റലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം സ്പേസിലും മാക്സിമമായി പാക്ക് ചെയ്തിട്ട് അവിടെ ലീവ് ചെയ്യുന്ന ഗ്യാപ്പ് ഓർ വി ക്യാൻ സേ സ്പേസ്, വേക്കൻറ്റ് സ്പേസ് മിനിമം. അതായത് ഒരു സോളിഡിനകത്ത് പാർട്ടിക്കിൾസിനെ മാക്സിമം ടൈറ്റായി പാക്ക് ചെയ്ത് മിനിമം വേക്കൻറ്റ് സ്പേസ് ഇട്ടുകൊണ്ട് ഉള്ള പാക്കിംഗ്, ദാറ്റ് ഈസ് കോൾഡ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ഓർ ക്ലോസ് പാക്കിംഗ്. സോ വാട്ട് യു മീൻ ബൈ ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ദ arrangement of particles in solids is very tightly or closely leaving minimum free space or vacant space, and that is called close packing in solids. And you know, ഒരു സോളിഡ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് 3 dimensional അല്ലേ. ഒരു സോളിഡ് എന്ന് പറയുന്നത് 3 dimensional ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇൻ എ സോളിഡ് ദ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് 3 dimensionally. പാർട്ടിക്കിൾസിനെ നമ്മൾ 3 dimensionalaയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള 3 dimensional അറേഞ്ച്മെൻറ്റ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ, എങ്ങനെയാണത് പോസിബിൾ ആകുന്നത്? ഇറ്റ് ഈസ് ഡൺ ത്രൂ 3 types ഓഫ് പാക്കിംഗ്. ഇത് സാധ്യമാക്കുന്നത് 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കിങ്ങുകളിലൂടെയാണ്. ദാറ്റ് ഈസ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension, ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension ആൻഡ് ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension. അതായത് ആദ്യം നമ്മൾ സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അവരെ 1 dimensionalaയിട്ട് പാക്ക് ചെയ്യുക, അതിനുശേഷം അവരെ 2 dimensional പാക്ക് ചെയ്യുക. ആ കിട്ടിയ 2 dimensional സ്ട്രക്ചേഴ്സ് ഒരുമിപ്പിച്ച് ചേർത്ത് നമ്മൾ ആ സോളിഡിൻ്റെ 3 dimensional സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ക്ലോസ് പാക്കിംഗ് കൃത്യമായും മനസ്സിലാക്കുന്നത്. സോ ഈ ക്ലോസ് പാക്കിങ്ങിനെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension എന്ന് പറയുമ്പോൾ പാർട്ടിക്കിളുകളെ 1 dimensionalaയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ നിങ്ങൾ ക്ലോസ് പാക്കിംഗ് പഠിക്കുമ്പോൾ കൃത്യമായി ഓർത്ത് വയ്ക്കേണ്ടത്, നമ്മൾ പാർട്ടിക്കിളുകളെ ഒരു സോളിഡ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പാക്കിങ്ങിനെ പറ്റി മനസ്സിലാക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് വളരെ കൃത്യതയോടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി, എന്താണ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ്? നമുക്കറിയാം, ഇൻ സോളിഡ്സ് the particles are very closely packed. The meaning of close packing is the particles are occupying more number in available spaces, leaving minimum vacant space. അതായത് വേക്കൻറ്റ് സ്പേസ് വളരെ കുറച്ച് മാത്രം ഇട്ടുകൊണ്ട് മാക്സിമം സ്പേസിലും പാർട്ടിക്കിൾസിന് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുക. സോളിഡ്സിൽ അത്തരത്തിലുള്ള ക്ലോസ് പാക്കിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ 3 വ്യത്യസ്ത തലങ്ങളിലുള്ള ക്ലോസ് പാക്കിങ്ങിനെ പറ്റി നിങ്ങൾ അറിയുക. അതിൽ ഒന്നാമത്തെ ക്ലോസ് പാക്കിംഗ് ആണ് 1 dimensional ക്ലോസ് പാക്കിംഗ് ഓർ ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension. ഇനി പാർട്ടിക്കിൾസിൻ്റെ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം, ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സോളിഡിനകത്തുള്ള പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്പിറിക്കൽ ഷേപ്പിലുള്ള സോളിഡ് സ്പിയറുകളാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലോസ് പാക്കിങ്ങും പഠിക്കുന്നത്. അതിലാദ്യം പഠിക്കാൻ പോകുന്നതാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension. ക്ലോസ് പാക്കിംഗ് ഇൻ 1 dimension എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളുകളെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിയറുകളെ വളരെ അടുത്തടുത്തായി ക്രമീകരിക്കുന്നു. ഇൻ എ റോ, ഒരു റോയിൽ, അതായത് ഒരു റോ ആയിട്ട്, ഒരു അറേ ആയിട്ട് നമ്മൾ സോളിഡ് സ്പിയറുകളെ അറേഞ്ച് ചെയ്യുന്നു. ഇൻ വിച്ച് 1 particle ഈസ് ഇൻ ടച്ച് വിത്ത് ദ അതർ. അതായത് ഇങ്ങനെ ഒരു റോയിൽ ഒരു ലൈനായിട്ട്
നിങ്ങൾ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിക്കിളും പരസ്പരം കോണ്ടാക്റ്റിലായിരിക്കണം, ടച്ച് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു പാർട്ടിക്കിളിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു പാർട്ടിക്കിളുമായി കോണ്ടാക്റ്റിലിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവിടുത്തെ കോർഡിനേഷൻ നമ്പർ. മറക്കരുത് ഈ ടേം. വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്. അതായത് ഒരു ക്ലോസ് പാക്കിംഗ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ക്ലോസ് പാക്കിങ്ങിലുള്ള ഒരു പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളുമായി കോണ്ടാക്റ്റിലിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണത്തെ, പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് coordination number. And here in the case of one dimensional close packing, the coordination number is 2. കാരണം when you are considering this particle is in contact with the two nearest neighbors. അടുത്തടുത്തിരിക്കുന്ന രണ്ട് പാർട്ടിക്കിളുമായി കോണ്ടാക്റ്റിൽ ഇരിക്കുന്നു. So the number of nearest neighbors in one dimensional close packing, that is the coordination number is 2. അപ്പോൾ ഒരിക്കൽ കൂടി എന്താണ് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഒരു ലൈൻ വരച്ചു. വി ആർ ഡ്രോയിങ് വൺ ലൈൻ. ഈ ലൈനിന് നീളം ഒരു ഡയമെൻഷൻ അല്ലേ, ഒരൊറ്റ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ലെങ്ത്. അപ്പോൾ ഒരു ലൈൻ വരച്ചു, ആ ലൈൻ വൺ ഡയമെൻഷൻ ആണെന്ന് പറയുമ്പോൾ ആ ഒരു ലൈനിനകത്ത് നമ്മൾ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ, ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസിനെ ഒരു റോ ആയിട്ട് ഒരു ലൈനിൻ്റെ മുകളിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ക്ലോസ് പാക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അങ്ങനെ പാർട്ടിക്കിൾസിനെ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു റോ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്ലോസ് പാക്കിംഗ് ആകുമ്പോൾ ഓരോ പാർട്ടിക്കിളും പരസ്പരം കോണ്ടാക്റ്റിലിരിക്കണം. അങ്ങനെ ഒരു പാർട്ടിക്കിളുമായി കോണ്ടാക്റ്റിൽ വരുന്ന നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്, ഏറ്റവും അടുത്തടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസുകളെ വിളിക്കുന്ന പേരാണ്, പാർട്ടിക്കിൾസിൻ്റെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലുള്ള കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് അതിൻ്റെ അർത്ഥം വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എടുക്കുമ്പോൾ ഓരോ പാർട്ടിക്കിളും തൊട്ടടുത്തിരിക്കുന്ന രണ്ട് പാർട്ടിക്കിളുമായി കോണ്ടാക്റ്റിലിരിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് നോൺ ആസ് ക്ലോസ് പാക്കിംഗ് ഇൻ വൺ ഡയമെൻഷൻ. മീൻസ് particles are arranged in a single line or particles are arranged in a single row, then that close packing is called one dimensional close packing. Okay, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension. അതായത് 2 dimensional ക്ലോസ് പാക്കിംഗ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1 dimensional ക്ലോസ് പാക്കിംഗ് കണ്ടു കഴിഞ്ഞു അല്ലേ. വൺ ഡയമെൻഷനലായിട്ട്, അതായത് ഒരു സിംഗിൾ ലൈനായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ റോയിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഉണ്ട്. ഈ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ 2 dimensional ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിനെ വൺ എബോവ് ദി അതർ, ഒന്നിനു മീതെ മറ്റൊന്നായി അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 dimensional സ്ട്രക്ചർ കിട്ടുന്നു എന്നുള്ളതാണ്. അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നമ്മൾ വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു വസ്ത്രം നിങ്ങൾ പരിശോധിച്ചാൽ അതിനകത്ത് അത് നിർമ്മിച്ചിരിക്കുന്നത് നാരുകൾ കൊണ്ടാണ്. ഒരു നാരിനെ നിങ്ങൾ വൺ ഡയമെൻഷണൽ എന്ന് കൺസിഡർ ചെയ്താൽ അങ്ങനെയുള്ള കുറേ നാരുകൾ ഒരുമിച്ച് ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കുമ്പോഴാണ് നമുക്കതൊരു ഷീറ്റ് പോലെയാകുന്നത്. ദാറ്റ് മീൻസ് വൺ ഡയമെൻഷനലായിട്ടുള്ള നാരുകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കിയപ്പോൾ അതൊരു ഷീറ്റ് പോലെ ആയി എന്ന് പറഞ്ഞാൽ അർത്ഥം വൺ ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കിയപ്പോൾ നമുക്ക് 2 dimensional സ്ട്രക്ചർ അഥവാ 2 dimensional പ്ലെയിൻ കിട്ടി. അതായത് വൺ ഡയമെൻഷണൽ സ്ട്രക്ചറുകൾ ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കിയപ്പോൾ വി ആർ ഗെറ്റിംഗ് 2 dimensional സ്ട്രക്ചർ. ഇനി ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ഷീറ്റുകൾ 2 dimensional സ്ട്രക്ചേഴ്സ് ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 dimensional സ്ട്രക്ചർ കിട്ടും. അപ്പം ഇതാണ് അതിൻ്റെ ഓർഡർ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 1 dimensional സ്ട്രക്ചറാണ്. ആ 1 dimensional സ്ട്രക്ചർ യൂസ് ചെയ്ത് എങ്ങനെയാണ് 2 dimensional ക്ലോസ് പാക്കിങ്ങിലേക്ക് പോകുന്നത്? ദർ ആർ 2 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്. അതായത് 1 dimensional ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ഉപയോഗിച്ച് 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 dimensional
ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അത് ഒന്നാമത്തതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അഥവാ സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറും രണ്ടാമത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അഥവാ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറും. അതിലാദ്യം എന്താണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അഥവാ സ്ക്വയർ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ? ഇത്രയേ ഉള്ളൂ. ഇൻ ദിസ് ക്ലോസ് പാക്കിംഗ് the one-dimensional layers or one-dimensional close packed structures are arranged one above the other, in which second layer is placed just above the first layer. അതായത് ഇതാണ് ഒന്നാമത്തെ ലെയർ. ആ ഒന്നാമത്തെ ലെയറിൻ്റെ തൊട്ടു മുകളിൽ തന്നെ സെക്കൻഡ് ലെയർ വയ്ക്കണം. രണ്ടാമത്തെ ലെയറിൻ്റെ തൊട്ടു മുകളിൽ തന്നെ മൂന്നാമത്തെ ലെയർ വയ്ക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നാമത്തെ ലെയറിലുള്ള ഓരോ പാർട്ടിക്കിളിൻ്റെ മുകളിലും തൊട്ടടുത്ത ലെയറിൽ പാർട്ടിക്കിൾ, ആ രണ്ടാമത്തെ ലെയറിൻ്റെ തൊട്ട് മുകളിൽ മൂന്നാമത്തെ ലെയർ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പാക്കിംഗ് നിങ്ങൾ നോക്കിയാൽ 2 dimensional പാക്കിംഗ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻ ദിസ് പാക്കിംഗ് ദ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ശരിയല്ലേ? പാർട്ടിക്കിളുകളെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ലെയറിന് നിങ്ങൾ എ എന്ന് നിങ്ങൾ പേരിട്ടാൽ രണ്ടാമത്തെ ലെയറിൻ്റെയും പേര് എ തന്നെയാണ്, മൂന്നാമത്തെ ലെയറിൻ്റെയും പേര് എ തന്നെയാണ്. കാരണം ഒന്നാമത്തെ ലെയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ലെയറും, രണ്ടാമത്തെ ലെയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയറിന് നിങ്ങൾ എ എന്ന് പേരിട്ടാൽ രണ്ടാമത്തെ ലെയറും എ തന്നെ, മൂന്നാമത്തെ ലെയറും എ തന്നെ. ദെയർഫോർ ഈ ക്ലോസ് പാക്കിങ്ങിനെ നമുക്ക് എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാം. അതായത് എല്ലാ ലെയേഴ്സും, അതായത് ഓരോ ലെയറും സെയിം ആയതുകൊണ്ട് ദിസ് ക്ലോസ് പാക്കിംഗ് ഈസ് കോൾഡ് എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഓർക്കുക, ഇത് 2 dimensional ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. കാരണം ഇതുപോലെ മറ്റൊരു സാധനം അപ്പുറത്തും വരും, 3 dimensional ക്ലോസ് പാക്കിങ്ങിലും വരും, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ പ്രത്യേകത, 1 dimensional close packed structures or layers are placed one above the other, in which each particle of the second layer is placed just above the first layer and each particle of the third layer is placed just above the second layer and so on. അങ്ങനെ വരുമ്പോൾ if you are calling the first layer as A type, all the layers are similar to the first layer, so this close packing is called A type close packing. Here you can see the particles are arranged like rows and columns. That is a very important point. And the next point is about its coordination number. So what about the coordination number? You can see you need to consider one particle in the structure. നമ്മൾ പഠിച്ചു, what is coordination number? It is a number of nearest neighbors. അതായത് നിങ്ങളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്താൽ അതുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന പാർട്ടിക്കിൾസിനെ എണ്ണം നമുക്ക് നോക്കാമല്ലോ. ഒരു പാർട്ടിക്കിള്, 2 പാർട്ടിക്കിള്, 3, 4. So we can say in square close packing the closed coordination number is 4. And here when you are joining the 4 centers of that nearest neighbors, അതായത് ആ 4 നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് എ സ്ക്വയർ. അതുകൊണ്ടാണ് ഈ 2 dimensional ക്ലോസ് പാക്കിങ്ങിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഈ 2 dimensional ക്ലോസ് പാക്കിങ്ങിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം അവിടുത്തെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അതായത് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് 4 ആണ്. ആ 4 ആറ്റങ്ങളുടെ സെൻറ്ററുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ യു വിൽ ഗെറ്റ് എ സ്ക്വയർ, and this is called square close packing, and the structure is called square close packed structure. And you know why it is called A type close packing, and it is just like particles are arranged in columns and rows. And this is first 2 dimensional close packing, and we are going for the second close packing next. Here you can see this is the first layer. This is the first layer, means first 1 dimensional close packed structure. And you can see the second layer there. And the second layer is placed above the first layer. But one thing is there. The particles are arranged in the depressions formed between the
പാർട്ടിക്കിൾസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. അതായത് ഒന്നാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ആ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ അടുത്തടുത്തിരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിപ്രഷൻ, ആ ഒരു കുഴി, ആ ഡിപ്രഷൻസിലാണ് രണ്ടാമത്തെ ലെയറിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് നോട്ട് ജസ്റ്റ് above the first layer. I mean, it is placing just above the first layer, but in which the particles of the second layer are arranged in the depressions of the particles of the first layer. ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഡിപ്രഷൻസിലാണ് സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷൻസിലാണ് തേർഡ് ലെയറിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്, ആൻഡ് സോ ഓൺ. അങ്ങനെ വരുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് the first layer, if you are calling the first layer as A type, second layer is completely different from the first layer, so we can call it as B, but the third layer is similar to that of first layer, so again it becomes A, and the second layer will be similar to that of fourth layer, or we can say fourth layer is similar to the second layer. So ഇത് alternate ആയിട്ട് similar layers ആയിട്ട് പോകും. So this close packing is therefore called AB type close packing. So once again, in the second case, in hexagonal close packing, the second layer is placed just above the first layer, but one thing is there, the particles of the second layer is arranged in the depressions of the first layer, and the third layer particles are arranged in the depressions of the second layer, and so on. So therefore here the first layer and third layer is similar, second layer and fourth layer are similar. Therefore this close packing is called AB type close packing. And here when you are calculating the coordination number, you can see that the number of nearest neighbors, it is 6, and if you are joining the centers of the 6 spheres, you will get a hexagon, and that is the reason why this close packing is called hexagonal close packing. So this is the second type close packing. These are the differences between square close packing and hexagonal close packing, and these are the two different types of two-dimensional close packings. Okay.